സ്കൂൾ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, എൻജിനീയറിംഗ്, എൻട്രൻസ് എല്ലാം. ഇപ്പോൾ തന്നെ 3 കുട്ടികൾ ഇവിടുന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പോയി. 2 ഗേൾസ് മെഡൽ വന്നു. ഇവർക്ക് അടുത്ത വർഷത്തെ കോളേജ് അഡ്മിഷൻ ഫ്രീ ആണ്. ബോക്സിംഗ് പഠിക്കണം എല്ലാവർക്കും കൂടിയാ. അപ്പം പണ്ട് തൊട്ടേ നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്, സ്പോർട്സിനെ കുറിച്ച് പറയുന്നത് 10ാം ക്ലാസ് ഗുസ്തി എന്നാണ്. പക്ഷേ ആക്ച്വലി അതല്ല. നമുക്ക് ടാലൻറ്റഡ് ആയിട്ടുള്ള ബുദ്ധിയുള്ള കുട്ടികളുണ്ടെങ്കിലേ നമുക്ക് സ്പോർട്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മോഡേൺ സ്പോർട്സ് മീൻസ് ഫുള്ളി ടാക്ടിക്സ്, ടെക്നിക്സ് ആണ്. അപ്പോൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ ഇൻ്റലക്ച്വലി കൂടെ നല്ലതായിരിക്കണം. അപ്പോൾ ചെറിയ പ്രായത്തിലെ നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ലെവലിലോട്ട് നമുക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇവർ ഗ്രേസ് മാർക്കുണ്ട് പഠിക്കുന്ന സ്കൂളുകൾ. ഗ്രേസ് CBSE നാഷണൽസ് ഉണ്ട്. CBSE നാഷണൽസ് കഴിഞ്ഞ വർഷം എൻ്റെ ഒരു കുട്ടി ബ്രോൺസ് മെഡലിസ്റ്റ് നേടിയായിരുന്നു നാഷണൽസിൽ. അതുപോലെ നമ്മുടെ സ്റ്റേറ്റിൽ ഗ്രേസ് മാർക്ക് കുട്ടിയെ കൊടുക്കുന്നുണ്ട്. പിന്നെ അഡ്മിഷന് വെയിറ്റേജ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അഡ്വാൻറ്റേജ് ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാം. ഇതിനെല്ലാത്തിനും നമുക്ക് ഇവർക്ക് പറ്റും. അവർ നല്ല രീതിയിൽ രണ്ടും കൂടെ കൊണ്ടുവരുന്നത്, പഠിത്തം പ്ലസ് സ്പോർട്സും കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല അച്ചീവ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ആസ് എ ബോക്സർ ഇവർക്ക് കിട്ടുന്ന ഒരു റെപ്യൂട്ടേഷൻ ഭയങ്കരമാണ്. ഇപ്പോൾ സ്കൂളിൽ തന്നെ ആയാലും അയാളൊരു ബോക്സറാണ്. പക്ഷേ അവൻ ആ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അതിനാണ് 2 ദിവസം വന്നിട്ട് ഞാൻ ബോക്സറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റെഗുലറായിട്ട് വരണം, പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ആവാൻ പറ്റത്തുള്ളൂ. ബോക്സിംഗ് നീഡ്സ് വിഗറസ് ട്രെയിനിങ്. നമുക്ക് വിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് ബോക്സിങ്ങിൽ വേണ്ടത്. ഫിസിക്കലി ആൻഡ് മെൻ്റലി ഇവരെ നല്ല ടഫാക്കി കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. കാര്യം ഫിസിക്കലി ഇവർ ടഫാക്കും. ചെറിയ കാര്യങ്ങൾക്കൊന്നും ഇവർ ഇമോഷൻ ആവത്തൊന്നുമില്ല. അവർ മെൻ്റലി ഇവിടെ ടഫായി വരും. കാര്യം ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയൊക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും ബോക്സേഴ്സ് ആ രീതിയിലോട്ട് പോകത്തില്ല. അവർ ടഫാണ്. അവർ എല്ലാം പയറ്റി നേടാനുള്ളൊരു ആർജവം ഉണ്ടാക്കിയെടുത്തിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. ഓക്കെ. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, സ്കൂൾ അഡ്മിഷൻ, കോളേജ് അഡ്മിഷൻ, എൻജിനീയറിംഗ്, എൻട്രൻസ് എല്ലാം. ഇപ്പോൾ തന്നെ 3 കുട്ടികൾ ഇവിടുന്ന് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് പോയി. 2 ഗേൾസ് മെഡൽ വന്നു. ഇവർക്ക് അടുത്ത വർഷത്തെ കോളേജ് അഡ്മിഷൻ ഫ്രീ ആണ്. അതുപോലെ എൻട്രൻസ് എഴുതി അവരുടെ അക്കാഡമിക് മികവ് അനുസരിച്ച് അവർക്ക് പിന്നെ എൻട്രൻസ് അച്ചീവ് ചെയ്തിട്ട് വേറെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെല്ലാം രക്ഷകർത്താക്കൾ മനസ്സിലാക്കി കൊണ്ടുവരിക. മാക്സിമം കുട്ടികളെ ഇവിടെ കൊണ്ടുവരിക. ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത്. മാക്സിമം കുട്ടികൾ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രയത്നിച്ച് ഇവിടെ ചെയ്യുന്നത്. സ്പോർട്സാണ്, ബോക്സിംഗ് ആണ് ലഹരി. ഞാൻ ഇപ്പം കേരളത്തിലുള്ളതിൽ വർക്ക് ചെയ്യുന്നതിൽ സീനിയർ മോസ്റ്റ് കോച്ചാണ്. മീൻസ് എൻ്റെ കോച്ച് ദ്രോണാചാര്യ ചന്ദ്രലാൽ സാറാണ്. അദ്ദേഹം ഇപ്പം കേരള സ്റ്റേറ്റ് അമച്വർ ബോക്സിംഗ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ്. പുള്ളി വന്നതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും ആക്റ്റീവായി വീണ്ടും ഇതൊന്ന് റിവൈവ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ യൂത്ത് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്നു. ഇപ്പോൾ ഇവിടെ ജില്ലാ സ്പോർട്സ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. ബേസിക്കലി കൊല്ലംകാരനാണ്. എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് നിങ്ങൾ ഇത്രയും നല്ലൊരു കുട്ടികളെ കിട്ടിയത് ഭാഗ്യമെന്ന് പറയാം. എനിക്കിനിയും എൻ്റെ നല്ല സമയത്തുള്ള രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് നമുക്കിവിടെ ആലപ്പുഴയെ സംബന്ധിച്ചോളം.